ദൈവത്തിനു മഹത്വം. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു കാര്യം ദൈവവചനത്തിലൂടെയും നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മുടെ പാവങ്ങൾക്കായി മുറിവേറ്റവനും വേദന അനുഭവിച്ചവനും നിന്ദിക്കപ്പെട്ടവനും ദൈവക്രോധത്തിൽ വെന്തെരിഞ്ഞവനുമായ യേശുക്രിസ്തു രക്ഷകനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ശേഷം അടുത്ത പറയുന്നത്, യേശുക്രിസ്തുവിന്റെ മാതാവിനെ മധ്യസ്ഥ അല്ലെങ്കിൽ സഹ രക്ഷക സ്ഥാനത്തു നിന്നും മധ്യസ്ഥ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പെന്തക്കോസ്തുകാരായിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും യേശുവിന്റെ അമ്മയെ അപമാനിക്കത്തില്ല, ബഹുമാനിക്കും, അംഗീകാരം കൊടുക്കും, ആദരിക്കും, പക്ഷേ ആരാധിക്കത്തില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ നാസറനായ യേശു മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ യോഗങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്, കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തളർന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം യേശുക്രിസ്തു ആരാകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ സഭയുടെ ആരാധനക്രമം മുഴുവൻ മാറ്റണമല്ലോ. ജനം രണ്ട് ചേരിയിലേക്ക് വരെ സാധ്യതയുണ്ട്. ഒരു ഭാഗം യേശുവിന്റെ മാതാവിന്റെ ഒരു ഭാഗം, മറുഭാഗം യേശു രക്ഷകൻ ആയിരിക്കുന്നു. രണ്ടു ഭാഗമായിട്ട് മാറാൻ സാധ്യതകൾ വളരെയുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ അനവധി ആളുകൾ ഇനിയും ദൈവസഭയുടെ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്ന ഒരുപാട് കല്ലുകൾ ഇനിയും കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ പ്രസ്താവനകൾ നടത്തുമ്പോൾ മാത്രമേ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവരുടെ ആരാധനയിനകത്തു മുഴുവൻ കന്യകമറിയാമേ, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഇനി പാടില്ല. കാരണം മാർപ്പാപ്പ പ്രഖ്യാപിച്ചാൽ അതിനപ്പുറം വേറൊന്ന് ചെയ്യുവാൻ ജനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചിലപ്പോൾ യേശുവിന്റെ ഭാഗവും യേശുവിന്റെ മാതാവിന്റെ ഭാഗവും അങ്ങനെ വേർതിരിയുവാൻ ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടായിരിക്കും. ആളുകൾ വിളിച്ചു പറയുന്ന ഒരാളാണ് കാപ്പിപ്പൊടിയച്ചൻ. അപമാനിക്കുന്നതാണോ ബഹുമാനിക്കുന്നതോ അറിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പലപ്പോഴും ചിലപ്പോൾ കേൾക്കാറുണ്ട്. ഭൂരിഭാഗവും പെന്തക്കോസ്തുകാരെ അപമാനിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കന്യമറിയാമില്ലാത്ത ആരാധനയല്ലെന്ന്. ഇനി അദ്ദേഹം എന്ത് ചെയ്യും? പലരും ബുദ്ധിമുട്ടാൻ പോവുകയാണ്. കന്യമറിയാമലിലെ ആരാധന ഇല്ലെങ്കിൽ ആരാധന അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ തനിക്ക് അത് തിരുത്തി പറയാനായിട്ട് സാധിക്കുമോ? അതോ അത് തന്നെ പറയാൻ സാധിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് ഒരു തിരുത്തലിന്റെ ആവശ്യമില്ല. കാരണം ഇത് ശരിക്കും നന്നായി അനുഭവിച്ച് പഠിച്ച് പ്രാപിച്ചവരായതുകൊണ്ട് ഇതിനപ്പുറത്തെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് പെന്തക്കോസ്തുകാരായിരിക്കുന്ന ഞങ്ങൾ. ഞങ്ങൾക്കൊരു കാര്യം കൂടെ മനസ്സിലായി. ബഹുമാനപ്പെട്ട മാർപ്പാപ്പ ബൈബിൾ പഠിക്കാൻ തുടങ്ങി.
ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഒരു സത്യം അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ദൈവം ഓരോ കാലയളവിലെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഓരോരുത്തരെ തെരഞ്ഞെടുക്കാറുണ്ട്. കോരേശിനെ പറ്റി പറയുന്നത്, അവൻ എൻ്റെ ഇടയൻ, അവൻ പറയുന്നതൊക്കെ നടക്കും, എൻ്റെ അഭിഷിക്തൻ എന്നു വേണ്ട. അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇസ്രായേലിന് ഒരു രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഇസ്രായേലിന് അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് കോരേശ് എന്ന മഹാനായ രാജാവ്. എന്നതുപോലെ ഓരോ കാലയളവിൽ സത്യത്തിനു വേണ്ടി ഓരോരുത്തരുടെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മാർപ്പാപ്പയോട് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടല്ലാതെ താനിത് പ്രസ്താവിക്കയില്ല. ഇനിയും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഇത് ആരംഭം മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കുട്ടികളെ, ശിശുക്കളെ സ്ഥാനപ്പെടുത്തുവാൻ ബൈബിളിലില്ല. അദ്ദേഹം ഇനിയും വിളിച്ചു പറയും, ലോകത്തോട് പറയും, തെറ്റിപ്പോയെന്നൊക്കെ പറയും. പറയാതിരിക്കാൻ പറ്റിയല്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തോട് പ്രഖ്യാപിച്ചു എങ്കിൽ അടുത്തത് താൻ പറഞ്ഞിരിക്കും. തുടർന്ന് ആരാധനാലയത്തിലെ വിഗ്രഹങ്ങളൊക്കെ മാറ്റാനായിട്ട് പറയും. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കാൻ പറയും. ആകെ ഒരു കോളിളക്കം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെതായ ജനങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അവരതിൽ നിന്നും വിമോചനമുണ്ടാകാൻ വേണ്ടി ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനത്തിന് ചില ദിവസങ്ങൾ കഴിഞ്ഞ് മാതാവും പിതാവും കൂടെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു. വയോധികനായ ഒരു പ്രവാചകൻ ശിമിയോൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് കിട്ടി. യേശു ക്രിസ്തുവിനെ താൻ കാണാതെ മരിക്കയില്ല എന്ന് പ്രവചനം ഉണ്ടായി. അനവധി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ശിമയോന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. ശിമയോൻ പേരിടും, അനുഗ്രഹിക്കും. അങ്ങനെ യേശുവിന്റെ മാതാവും പിതാവും ആ ക്യൂവിൽ നിന്ന് ആ കുഞ്ഞിനെ, അല്ലെങ്കിൽ യേശു എന്ന പൈതലിനെ ശിമയോന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ശിമയോൻ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. അമ്മയപ്പന്മാർ അകത്തു ചെന്നപ്പോൾ ആ പൈതലിനെ കയ്യിലേന്തി എന്നിട്ട് പറയുന്നു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്ക. ആ പൈതലിനെ കരങ്ങളെടുത്ത് പ്രവാചകൻ പറയുന്നു, ഇപ്പോൾ നാഥ, സമാധാനത്തോടെ അടിയനെ വിട്ടയക്കുക. നാഥ എന്നെ വിളിച്ചോളൂ. എന്നിട്ട് അവരെ അനുഗ്രഹിച്ചു. നോക്കിക്കോണം, പ്രവാചകന് വെളിപ്പെട്ട കാര്യമാണ്. നമുക്കിനി ഒന്നുകൂടെ മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വരും വായിക്കുമ്പോൾ അവിടെ കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ, എത്ര പേരെന്ന് പറഞ്ഞിട്ടില്ല, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. അവർ യെരൂശലേമിൽ വന്നിട്ട് ഹെരോദാ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അധികാരത്തിന് ചോദ്യമാണ്. ഭയപ്പെട്ടു പോയി. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? അവർ പേടിച്ചുപോയി. ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും കൊണ്ടുവന്നു. അവർ ശരിക്കും മീക പ്രവചനം അവർ വായിച്ച് കേൾപ്പിച്ചു. ഇനിയും 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ വീണ് അവനെ നമസ്കരിച്ചു. അവിടെ നോക്കിയണം, അവനെ നമസ്കരിച്ചു.
അവരെ എന്നല്ല, അവനെ നമസ്കരിച്ചു. രേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പരാജയപ്പെട്ടു പോയനെ. അവർക്കറിയാം ആരാണ് യഹൂദന്മാർ രാജാവും രക്ഷകനും ആരാണ്. പൊന്നെ മോരെ കുന്തിരിക്കം കാഴ്ചവെച്ചു. അവിടെ വായിക്കുന്നത് അവനെ നമസ്കരിച്ചു. അവനെ അല്ലാതെ ലോകത്തിലെ ഒരുവനെയും നമസ്കരിക്കാൻ പറ്റുകയില്ല എന്ന് ബൈബിൾ വിളിച്ചവർ സത്യം. ബഹുമാനപ്പെട്ട പോപ്പെന്ന് പറയുന്ന മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒന്നുകൂടെ മുന്നോട്ട് പോട്ടെ. ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും പേരെടുത്തതായ തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് കന്യാമറിയാമാണ്. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാ പറയുന്നത്, അല്ലേ ഞങ്ങൾ പറയാൻ പോകുന്നില്ല. അവരുടെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ്. ഇനി എന്തു ചെയ്യും? ഞാൻ ഈ പറഞ്ഞത് ഒരു വല്ലാത്ത കലുഷിത അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. കാരണം എന്തെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കർത്താവ് വരാറായി. തനിക്കുള്ളവരെ ചേർക്കണമെങ്കിൽ ഇങ്ങനെ ചില പദ്ധതികൾ ചെയ്തേ പറ്റുള്ളൂ. ഈ വിഷയം ഇനിയും തുടരും. ദൈവജനം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് യേശുക്രിസ്തു മാത്രമേ രക്ഷകനുള്ളൂ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകുകയാണ്. മറിയ മധ്യസ്ഥത വഹിക്കുവാൻ പാടില്ല. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയും. യേശുക്രിസ്തു ഏക രക്ഷകൻ. ഒന്നുകൂടെ പറഞ്ഞു, മറിയം സഹ രക്ഷകനല്ല, മധ്യസ്ഥനല്ല. കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു, സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേൾവിക്കാരി, ഇനിയുമെങ്കിലും കണ്ണു തുറക്കുക, ഇനിയെങ്കിലും ബൈബിൾ വായിക്കുക, സത്യത്തിലേക്ക് വരിക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.